കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചു. പുലർച്ചെ 2:30 പോസ്റ്റ് കണ്ടത്. എഴുകുൺ പോലീസ് എത്തി പോസ്റ്റ് നീക്കം ചെയ്തു. അട്ടിമറി ശ്രമമടക്കം റെയിൽവേ പോലീസ് പരിശോധിക്കുന്നു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, റെയിൽവേ ട്രാക്കിലാണോ പോസ്റ്റ് വെച്ചത്? ആരാണ് ഇതിന് പിന്നിലെന്നതറിയാൻ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ റെയിൽവേ പോലീസ്? ദിവ്യ, കുണ്ടറയ്ക്ക് സമീപമുള്ള ആറുമുറിക്കട എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്താണ് റെയിൽവേ ട്രാക്കിൽ തന്നെ ആ ഫോട്ടോയിലൊക്കെ കാണുന്നത് പോലെ ട്രാക്കിന് കുറുകെ തന്നെ പോസ്റ്റ് വെച്ചിരുന്നത്. നേരത്തെ ടെലിഫോണൊക്കെ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പോസ്റ്റാണ് ഇത്തരത്തിൽ ഈ റെയിൽവേ ട്രാക്കിന് കുറുകെ വെച്ചിരിക്കുന്നത്. പുലർച്ചെ 2:30 ആദ്യത്തിൽ ഇത്തരത്തിൽ പോസ്റ്റ് ഇരിക്കുന്ന വിവരം അറിയുകയും എഴുകോൺ പോലീസ് എത്തി അത് അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തത്. എന്നാൽ അതിന് പിന്നാലെ വീണ്ടും അത്തരത്തിൽ പോസ്റ്റ് വയ്ക്കുകയും അതിനെയും പോലീസ് നീക്കം ചെയ്തു എന്നുള്ള കാര്യമാണ് നമുക്ക് എഴുകോൺ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പലതരത്തിലുള്ള ഈ സംശയങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ട്രാക്ക് അതായത് റെയിൽവേ ട്രാക്കിൽ ഇത്തരത്തിൽ പോസ്റ്റ് സ്ഥാപിച്ചത് സംബന്ധിച്ചുകൊണ്ട് അതിന്റെ പലതരത്തിലുള്ള ദുരൂഹതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ റെയിൽവേ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പുനലൂർ റെയിൽവേ പോലീസിന് RPF-നാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. ഈ രാവിലെ, അതായത് ഈ സമയം 2:30 ശേഷം വരുന്ന ആദ്യ ട്രെയിൻ എന്ന് പറയുന്നത് 3:30 എത്തുന്ന പാലരുവി എക്സ്പ്രസ് ആണ്. ഇതിനെ ലക്ഷ്യമാക്കി നടത്തിയ ഒരു അട്ടിമറി ശ്രമമാണോ എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങളും ആളുകളുടെ ഭാഗത്തു നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ RPF ആ വശങ്ങളെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇത് ആരാണ് ചെയ്തത് അത് കണ്ടെത്താനായിട്ട് പോലീസും ഉൾപ്പെടെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഇതിന് പിന്നിലുള്ള ഗൂഢനീക്കങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം വ്യക്തമായി പരിശോധിച്ചു വരികയാണ്. ദിവ്യ, കൊല്ലം കുണ്ടറയിലാണ് റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചതായി ശ്രദ്ധയിൽ വന്നത്. 2 തവണ പോസ്റ്റ് വെച്ചെന്നാണ്